കുമെല്ലയിലെ ഹിന്ദു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള മറ്റൊരു 25 വയസ്സുകാരിയെ പിതാവിന്റെ വീട്ടിൽ വെച്ച് അയൽക്കാരൻ ബലാത്സംഗം ചെയ്തു. പ്രതിയായ 36-കാരൻ ഫസർ അലി പീഡിപ്പിച്ചു. ആക്രമണ വീഡിയോ മറ്റ് 4 പേർ ചേർന്ന് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു. അതായത് സ്വന്തം വീട്ടിൽ കത്തിമുനയിൽ ഒരു ഹിന്ദു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു. എന്നിട്ടോ വൈറലായ വീഡിയോകൾ വഴി ഈ സ്ത്രീ സമൂഹത്തിന് മുന്നിൽ കൂടുതൽ അപമാനിക്കപ്പെട്ടു. വൈറലായ അസ്വസ്ഥത ഉളവാക്കുന്ന വീഡിയോയിൽ ഇര നഗ്നയായി നിൽക്കുന്നതും അപേക്ഷിക്കുന്നതും കാണാം. സംഭവത്തെ തുടർന്ന് ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പ്രതിഷേധ മാർച്ചുകൾ നടത്തി. നിരവധി ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ജഗന്നാഥ് ഹാളിലെ താമസക്കാർ നീതി ആവശ്യപ്പെട്ട് പ്രത്യേക ജാഥകൾ സംഘടിപ്പിച്ചു. അതേസമയം നിയമപാലനത്തിലെ ഉത്തരവാദിത്തമില്ലായ്മ, രാഷ്ട്രീയ ഇടപെടൽ, ദുർബലമായ പ്രോസിക്യൂഷൻ, സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളുടെ വ്യാപകമായ സൊസൈറ്റിയുടെ നോർമലൈസേഷൻ, അതായത് സാമൂഹിക സാധാരണവൽക്കരണമൊക്കെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതായും വിമർശകർ വാദിക്കുന്നുണ്ട്. കൂടുതലൊന്നുമില്ല, സർക്കാരുകൾ മാറിയും തിരിഞ്ഞും വന്നിട്ടും പോയിട്ടും സ്ത്രീകളുടെ സുരക്ഷ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്.